അപ്പോൾ ആർത്തവം ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രധാന ലക്ഷണമാണ്. ഏത് വേദനയും നമുക്ക് റേക്കി കൊടുത്ത് മാറ്റാൻ പറ്റും. റേക്കിയില് ആർത്തവത്തിന് എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഓട്ടിസം, CP പോലുള്ള സെറിബ്രൽ പാൾസി പോലുള്ള കുട്ടികൾക്കൊക്കെ അമ്മയും അച്ഛനും വന്ന് പഠിച്ചിട്ട് റേക്കി കൊടുക്കുന്നവരുണ്ട്. എനർജി ഹീലിംഗ് എന്ന് പറയുമ്പോൾ റേക്കി മാത്രമല്ല, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്, അതും ഒരു എനർജി ഹീലിംഗാണ്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ തന്നെ ഇവിടെ എനർജി ബ്ലോക്ക് മാറുക. ഭർത്താവ് മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ചു, ഭാര്യ മരിച്ചത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു. ഇതൊക്കെ എനർജി ബ്ലോക്കാണ്. നമസ്കാരം മാം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആർത്തവത്തെ പറ്റിയിട്ടൊന്ന് സംസാരിച്ചിങ്ങനെ പോയിരുന്നു. അപ്പോൾ എനിക്കുണ്ടായൊരു സംശയമാണ്, ഈ റേക്കി ഹീലിങ്ങിൽ അല്ലെങ്കിൽ ഹീലിംഗ് ചെയ്യാനോ ഹീലിംഗ് പഠിക്കാനോ ആ തലങ്ങളിലൊക്കെ ആർത്തവം ഒരു തടസ്സമാവില്ലേ? പൊതുവേ ആർത്തവ പീരീഡിനെ നമുക്ക് നന്നായിട്ട് അറിയാം. പല രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവരുണ്ട്, ഇനി പ്രശ്നങ്ങളില്ലാത്തവരുണ്ട്, ഈ വോമിറ്റിങ്ങും പ്രഷറും ഒക്കെ കുറഞ്ഞു കിടക്കുന്ന ആൾക്കാരുണ്ട്, അമിതമായ വയറുവേദന ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചില ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർക്ക് ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണോ? ഈ പറയുന്ന എല്ലാ തര ജോലികളിലും ഏർപ്പെട്ട് നിൽക്കുന്ന കുറച്ച് സ്ത്രീകൾ കാണുമല്ലോ. അപ്പോൾ അവരുടെ ഈ പറയുന്ന എല്ലാ മാസങ്ങളിലും ഇവർ ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും, തിരക്കായിരിക്കും. അപ്പോൾ ഇവരെ ഒന്നും ഈ പറയുന്ന ആർത്തവം ബാധിക്കില്ലേ എന്ന് സംശയിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. ഈ പറയുന്ന റേക്കിയിൽ ആർത്തവത്തിന് എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കാരണം ഇതൊരു നമ്മൾ ഈ പ്രപഞ്ച ശക്തിനെ സ്ത്രീയായിട്ട് തന്നെയാണല്ലോ കാണുന്നത്. സ്ത്രീ എന്ന് പറയുമ്പോൾ സൃഷ്ടി, പിന്നെ ആർത്തവം ഉണ്ടെങ്കിലേ സൃഷ്ടി ഉണ്ടാവുള്ളൂ. ആർത്തവത്തെ അത്രയും ദിവ്യമായിട്ട് കാണുന്നു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആർത്തവം ഒന്നിനും തടസ്സമല്ല. ഇപ്പോൾ ദീക്ഷ കൊടുക്കുന്നതാണ്, ദീക്ഷ കൊടുക്കുന്ന ആൾക്കും ദീക്ഷ സ്വീകരിക്കുന്ന ആൾക്കും ഇത് പ്രശ്നമല്ല. കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ സമ്പൂർണ്ണയായിട്ട് അവരിയ്ക്കുന്നത്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ആ സമയം സമ്പൂർണ്ണയല്ലേ. ആർത്തവമില്ലാത്ത സ്ത്രീയെ എന്തോ കുഴപ്പമുള്ള ആളെന്നല്ലേ കാണുക. അപ്പോൾ ആർത്തവം ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രധാന ലക്ഷണമാണ്. അപ്പോൾ സ്ത്രീ ആ സമയത്താണ് ഏറ്റവും പവർഫുൾ. നമ്മുടെ തന്ത്ര രീതി വെച്ച് നോക്കുമ്പോൾ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദേവി ആർത്തവ ഉണ്ടാകുന്ന ദിവസം പൂജ നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ സ്ത്രീ അത്രയും പവർഫുള്ളാകുന്ന ഒരു സമയമാണ് ഈ ആർത്തവ സമയം എന്നാണ് പറയുക. അപ്പോൾ ഒരിക്കലും ആർത്തവമുള്ള സ്ത്രീക്ക് ഇതൊന്നും നിഷിദ്ധമല്ല. പിന്നെ തീരെ വയ്യ, ഈ വ്യായാമം ശരിക്ക് ചെയ്യാത്തവരും ആഹാരം ശരിക്ക് കഴിക്കാത്തവരും ആരോഗ്യമില്ലാത്തവർക്കുമാണ് ഭയങ്കര വേദനയും ക്ഷീണമൊക്കെ വരുന്നത്. അങ്ങനെയുള്ളവർ കിടക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഈ വേദന മാറാൻ നമുക്ക് റേക്കി കൊടുക്കാം. റേക്കി കൊടുത്തവരുടെ വേദനയെ മാറ്റാം. ഏത് വേദനയും നമുക്ക് റേക്കി കൊടുത്ത് മാറ്റാൻ പറ്റും. പിന്നെ റേക്കി ഉള്ള സമയത്തും ആർക്ക് വേണമെങ്കിലും റേക്കി സ്വീകരിക്കാം, കൊടുക്കുകയും ചെയ്യാം. പ്രധാനമായിട്ട് ആ സംശയം തോന്നാനുള്ള കാരണം റേക്കിക്ക് ആണെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമായിരിക്കുമല്ലോ. ആ സമയത്ത് ഇത്തരം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ ആ ശാരീരിക പ്രശ്നങ്ങളിലേക്ക് മാറിപ്പോകുമോ, ഇതിനകത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു സംശയം കൊണ്ടാണ് പലപ്പോഴും ആർത്തവ സമയത്ത് ഈ പറയുന്ന ഹീലിംഗ് മെത്തേഡൊക്കെ പ്രാക്ടിക്കൽ ആണോ എന്നുള്ളൊരു സംശയം വരുന്നത്. റേക്കി സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു റേക്കി ഹീലർക്ക് അങ്ങനെ ഒരു ക്ഷീണമൊന്നും വരില്ല. റേക്കി ദീക്ഷയൊക്കെ എടുക്കുന്നതിന് മുമ്പ് അവർ പല രീതിയിലും അവർക്ക് വയ്യായിക വന്നിട്ടുണ്ടാവാം. പക്ഷെ റേക്കി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ആർത്തവം നമുക്ക് റേക്കിയിലൂടെ മാറ്റി വെക്കാൻ പറ്റും. ചില സമയങ്ങളിലൊക്കെ നമ്മൾ മെഡിസിൻ ഒക്കെ കഴിച്ചിട്ട് ഒന്ന് സ്റ്റോപ്പ്, ഈ ചില പ്രത്യേക സമയങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ട്രാവൽ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ ഉണ്ടെങ്കിലോ അങ്ങനെ ചില സമയങ്ങളിൽ ഈ മരുന്ന് കഴിച്ചിട്ട് ഇത് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. അത് ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഞാൻ റേക്കി പഠിക്കാൻ തന്നെ കാരണം ഞങ്ങളുടെ കൂടെയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കുറിച്ച്, റേക്കി പ്രാക്ടീസ് ചെയ്യുന്നവരെ കുറിച്ച് ഞാൻ കേട്ടു. അതിലൊരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിൻ്റെ ഡേറ്റ് മാറ്റിവെച്ചു. അവർക്ക് എന്തോ ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യാൻ മരുന്നല്ലാതെ റേക്കി കൊണ്ട് മാറ്റിവെച്ചു എന്ന് കേട്ടു. പിന്നെ ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടർക്ക് തലവേദന വന്നിട്ട് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്ത് തലവേദന മാറ്റി. ഈ രണ്ട് കാര്യങ്ങളാണ് റേക്കിക്ക് മുന്നേ ഞാനിത് കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് റേക്കി പഠിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് വന്നത്. അപ്പോൾ മരുന്നില്ലാതെ നമുക്ക് ഈ ഹീലിംഗിലൂടെ മാറ്റാൻ പറ്റും, ഏത് കാര്യത്തെയും മാറ്റാൻ പറ്റും. അതൊക്കെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ അത്ഭുതങ്ങളാണ് നമ്മൾ രോഗ ചികിത്സയിലും ഈ റേക്കി കൊണ്ട് സാധ്യമാവുന്നത്. അതൊരു വ്യക്തിയുടെ കഴിവല്ല, ആ റേക്കി എന്നുള്ള ശാസ്ത്രത്തിൻ്റെ കഴിവാണ്. അത് കണ്ടുപിടിച്ച മഹർഷീശ്വരന്മാരെയാണ് നമ്മൾ വണങ്ങേണ്ടത്. ആ റേക്കിയൊക്കെ റേക്കിയുടെ യന്ത്രവും മന്ത്രവും ഉണ്ട്, തന്ത്രശാസ്ത്രമാണ്. അപ്പോൾ യന്ത്രവും മന്ത്രവും യൂണിവേഴ്സിലേക്ക് തുറക്കുന്ന ആ ഒരു എനർജിയുടെ
പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള എനർജിയിലേക്ക് തുറക്കുന്ന കീ ആണത്. പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള എനർജീനെയാണ് നമ്മൾ എടുക്കുന്നത്. അതിനെ ആംപ്ലിഫൈ ചെയ്ത് മറ്റെന്തിലേക്കും എവിടേക്കും അയക്കുന്നു. അത് യന്ത്രവും മന്ത്രവും ചെയ്യുന്നതാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചവരെയാണ് നമ്മൾ അത്ഭുതത്തോടെ നോക്കേണ്ടത്. അപ്പം ഇത് പണ്ടും നടന്നിട്ടുണ്ടാവും അല്ലേ? ഉണ്ട്. ഈ യോഗശാസ്ത്രവും തന്ത്രശാസ്ത്രവും ഒക്കെ എന്നാണ് ഉണ്ടായ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പല്ലേ? 5000 10,000 അതിനും മേലെ വർഷമായി കാണും, നമുക്കറിയില്ലല്ലോ. പണ്ട് ഈ പറയുന്ന രീതിയിൽ ഈ യാഗങ്ങളൊക്കെ ഒരുപാട് നടന്നിരുന്ന ഒരു സമയത്ത് ഇപ്പൊ കുറച്ചത് മൈന്യൂട്ടായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും അന്ന് കൂടുതലായിട്ടും ഈ പറയുന്ന യാഗങ്ങളിലും എല്ലാത്തിലും സ്ത്രീകളുടെ പങ്കാളിത്തം കൂടെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, എത്ര യുഗങ്ങൾ കഴിഞ്ഞു നമ്മുടെ കണക്കിൽ. അപ്പോൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം നന്നായി ചെയ്തിരുന്നു. ഇപ്പോൾ അത് കൂടുതൽ ആളുകൾ അറിയണില്ല. ഇത് കലിയുഗമാണ്. ജനങ്ങളുടെ ബുദ്ധി അതിൽ നിന്ന് കുറഞ്ഞതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ ഉണ്ടായതെന്നാണ് പറയപ്പെടുക. പണ്ട് എല്ലാവരും അവരവർ ഇതെല്ലാം ചെയ്തിരുന്നു. അത് ചെയ്യാതെ വന്നതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ ആവിർഭവിച്ചത്. അപ്പോൾ നമ്മൾ ഈ എനർജി അവിടെ പോയിട്ട് സ്വീകരിക്കുക ചെയ്യാം. പക്ഷെ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്ത് നമ്മൾ ഭയങ്കര എനർജറ്റിക് ആവേണ്ടതാണ്. നമ്മുടെ ഉള്ളിലാണ് ഈ പവർ ഉണ്ടാക്കേണ്ടത്. ഇന്ന് കാണുന്ന നമ്മളിൽ നിന്നും എത്രയോ, ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തോടൊപ്പം കൊണ്ടുപോവുക. എന്നിട്ട് പോലും എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പോൾ എന്നിലും മാറ്റമുണ്ടായി. അപ്പോൾ ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്നവർക്ക് എത്രയായിരിക്കും പവർ? അതിന് ഏജ് കാറ്റഗറി വല്ലതും ഉണ്ടോ? കാരണം ആർത്തവത്തിൻ്റെ ഇപ്പം സമയം തന്നെ ഒരു 12 വയസ്സെന്നുള്ളത് ഇപ്പം അതിലും കുറഞ്ഞ ഏജിൽ കുട്ടികൾക്ക് വരെ വരുന്നുണ്ട് അർത്ഥം. അപ്പൊ അതിനകത്തില് ഇപ്പൊ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഹീലിങ്ങിലൂടെ ആയിരിക്കുമല്ലോ ഇപ്പൊ ഈ പറയുന്ന വേദനകൾ മാറ്റി വെക്കുന്നത്. അപ്പോൾ അവരായിട്ടിത് വന്ന് ഇപ്പോൾ ഒരു 10-15 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് പെയിന് മാറാൻ അവർ ആഗ്രഹിച്ചിട്ടായിരിക്കും എനിക്ക് ഹീലിംഗ് വേണം എന്ന് പറഞ്ഞു വരുന്നത്. ഇതിന് താഴേക്കുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരു ആർത്തവമെന്ന് മാത്രമല്ല, പല രോഗങ്ങളുള്ള കുട്ടികളെ ആയിട്ട് അമ്മയച്ഛനും വരാറുണ്ട്, ഇറക്കി പഠിക്കാൻ വരാറുണ്ട്. അവർ പഠിച്ചിട്ട് ആ കുട്ടികൾക്ക് കൊടുക്കും, സ്ഥിരം കൊടുക്കും. അപ്പോൾ ഓട്ടിസം, CP പോലുള്ള, സെറിബ്രൽ പാൾസി പോലുള്ള കുട്ടികൾക്കൊക്കെ അമ്മയും അച്ഛനും വന്ന് പഠിച്ചിട്ട് റെക്കി കൊടുക്കുന്നവരുണ്ട്, കുറേ മാറ്റം വന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് കോശങ്ങളുടെ ഉള്ളിലേക്കും DNA ലെവലിൽ വരെ പോയിട്ട് പ്രവർത്തിക്കുന്നതാണ്. കാരണം ഇത് എനർജിയാണല്ലോ. അതുകൊണ്ട് തന്നെ അവരിലൊക്കെ അതുകൊണ്ടാവാം ഇപ്പോൾ കുട്ടികളാകാത്തവരിലൊക്കെ കുട്ടികളാവുന്നു എന്ന് പറയുമ്പോൾ എത്ര സൂക്ഷ്മത്തിലേക്ക് പോയി അത് പ്രവർത്തിക്കുന്നു എന്ന് നോക്കണം. നമ്മളല്ല കോൺഷ്യസ്, ഇത് കോൺഷ്യസ് ആണല്ലോ. അതിനറിയാം എന്താണ് വേണ്ടതെന്ന്. ഇപ്പോൾ ഒരു ഡോക്ടർ ആവണം റെക്കി കൊടുക്കുന്നതെന്നില്ലല്ലോ. റെക്കി കൊടുക്കുന്നത് ഡോക്ടർ അല്ലാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കറിയണം എന്നില്ല. ഈ കോൺഷ്യസിനറിയാം പക്ഷെ എവിടെയാണ് പോയി പ്രവർത്തിക്കേണ്ടതെന്ന്. ഈ രോഗശാന്തിക്ക് വേണ്ടി ശരീരത്തിൽ എവിടെയാണ് എനർജി ബ്ലോക്ക് ഉള്ളത്, എവിടെയാണ് കുറവുള്ളത്, അവിടേക്ക് പോയിട്ട് അതിനെ എനർജൈസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കുന്നവർക്ക് ഇത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മുടെ ഉള്ളിലൂടെ എനർജി വരുന്നതും അത് നമ്മുടെ കയ്യിലൂടെ പോകുന്നതും എല്ലാം നമുക്ക് ഫീൽ ചെയ്യും. അത് കിട്ടുന്നവർക്കും ഒരു കറണ്ട് പോലെ ബോഡി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അത് പക്ഷേ ഭയങ്കര സൂത്തിങ് എഫക്റ്റാണ്. ഭയങ്കര ഒരു തണുപ്പാണ് ഫീൽ ചെയ്യുക. അതായത് കറണ്ട് പാസ് ചെയ്യും പോലെ കറണ്ട് അടിച്ച് വീഴുകയല്ല ചെയ്യുക, പക്ഷെ അതുപോലെയാണ് വരുന്നത്. പക്ഷെ അത് ഭയങ്കര അത് കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കര റിലാക്സേഷനാണ്. ഉറങ്ങും. ചക്രാസിലൊക്കെ റേക്കി കൊടുക്കുമ്പോൾ തന്നെ ഉറങ്ങും. എത്ര കൊടുക്കും, 20 വർഷമായിട്ടൊക്കെ ഉറക്കം കിട്ടാത്ത ആൾക്കാർക്കൊക്കെ എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് ഞാൻ റേക്കി കുടിപ്പിച്ച് ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര ടെൻഷൻ കൊണ്ടോ അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടോ ഉറക്കം കുറഞ്ഞ ആൾക്കാർക്ക് റേക്കി കൊടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് ഉറങ്ങും. റേക്കി മാത്രമല്ല കേട്ടോ, കാൽപാദത്തിൽ ചെയ്യുന്ന തിബറ്റൻ മർമ്മയുണ്ട്. പിന്നെ ആക്സസ് ബാർ എന്ന് പറയുന്നില്ലേ, അത് ബ്രെയിനിലാണ് അതിൻ്റെ പോയിൻറ്റ്സ്. അങ്ങനെ എനർജി കൊടുക്കുമ്പോൾ കയ്യിൽ കൊടുക്കുന്ന സുജോക്ക്, ബ്രെയിനിൽ നിന്ന് ആരംഭിച്ച് കയ്യിലും കാലിലുമായിട്ട് അവസാനിക്കുന്ന നെർവ് എൻഡിങ്സ് ഉണ്ടല്ലോ, അവിടെ ഇത് കറക്റ്റ് ആകുമ്പോൾ ബാക്കി എല്ലാം കറക്റ്റ് ആവും. അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടും, റിലാക്സേഷനും കിട്ടും, ഉറക്കവും കിട്ടും, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറും. അപ്പോൾ എനർജി ഹീലിംഗ് എന്ന് പറയുമ്പോൾ റെക്കി മാത്രമല്ല, അക്യുപഞ്ചറുണ്ട്, സുജോക്കുണ്ട്, തിബറ്റൻ മർമ്മയുണ്ട്, ഹിപ്നോതെറാപ്പിയും മനസ്സിലേക്കല്ലേ, മനസ്സ് എനർജിയാണല്ലോ. NLP ഉണ്ട്, EFT എന്ന് പറയും, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്, അതും ഒരു എനർജി ഹീലിംഗാണ്.
എനർജിയുടെ ബ്രെയിനിൽ നിന്ന് നമ്മുടെ ബോഡിയിലൂടെ പോകുന്ന എനർജിയുടെ പാത്വേസിൽ ചില പോയിന്റ്സിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് EFT. അങ്ങനെ എനർജി കൊണ്ട് കുറേ ഹീലിംഗ് പല രാജ്യങ്ങളിലും. ഹോപ്പോണോപ്പോണോ എന്ന് കേട്ടിട്ടുണ്ടോ? ഹോപ്പോണോപ്പോണോ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു രാജ്യത്ത്, ആ രാജ്യത്തിൻ്റെ പേര് ഞാൻ മറന്നു, ഒരു രാജ്യത്ത് അവർ ചെയ്യുന്ന കാര്യമാണ്. കാരണം യൂണിവേഴ്സിനോട് നമ്മൾ പറയുകയാണ്, നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കുക, അതിന് നന്ദി, എനിക്ക് ചെയ്തു തന്നതിനെല്ലാം നന്ദി, പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ ഏറ്റുപറയുക, ക്ഷമ ചോദിക്കുകയാണ്. അതപ്പോൾ ബൈബിളിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നും പ്രാർത്ഥിക്കുന്നില്ലേ, ഞാൻ ക്ഷമിച്ചതുപോലെ എന്നോട് ക്ഷമിക്കണം അല്ലേ? അപ്പോൾ അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു വാചകം അത്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ തന്നെ ഇവിടെ എനർജി ബ്ലോക്ക് മാറുക. നമ്മുടെ ഉള്ളിൽ എന്താണ് ഈ ബ്ലോക്ക്? മറ്റുള്ളവരോട് പകയുണ്ടാവാം, വിദ്വേഷം ഉണ്ടാകാം, അസൂയ ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്താഗതികൾ നമ്മുടെ ഉള്ളിൽ എനർജി ബ്ലോക്ക് ഉണ്ടാക്കുക ചെയ്യാം. അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് മാറും. അത്രയ്ക്ക് നിസ്സാരമാണ്. നമ്മളിങ്ങനെ ഏറ്റുപറയുക ചെയ്യുക. യൂണിവേഴ്സിനോട് ഏറ്റുപറയുന്നു. നേരിട്ടൊരു വ്യക്തിയോട് പറയാനാണെങ്കിൽ അങ്ങനെ പറയുന്നു. പറഞ്ഞു കഴിയുമ്പോൾ അത് റിലീസാവില്ല. നമുക്ക് അനുഭവമില്ലേ, ചില കാര്യങ്ങളിങ്ങനെ വെച്ചിട്ട് അവരോടത് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ സമാധാനമായി നമ്മൾ പറയും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ആഹാരം കഴിക്കുക, ഇഷ്ടപ്പെട്ടൊരു ആഹാരം കഴിക്കുക. പക്ഷെ നമ്മളോടൊപ്പം നമുക്ക് ആഘാതമുണ്ടാക്കുന്നൊരു ഒരു വാർത്ത നമ്മളോട് ഒരാൾ വന്ന് പറയുകയാണ്. അത് നമ്മുടെ ഉള്ളിൽ ആഘാതമുണ്ടാക്കി. പിന്നെ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുമോ? ഉടനെ ശ്വാസം മുട്ടുന്നത് പോലെ, ഇവിടെ എന്തോ ഒരു ഭാരം നിറഞ്ഞതുപോലെ വയറിൽ വിശപ്പും പോയി. അങ്ങനല്ലേ? അപ്പോൾ എനർജി ബ്ലോക്ക് വന്നു. നമ്മൾ പത്രത്തിൽ കാണാറുണ്ട്, മകൻ മരിച്ച വാർത്ത കേട്ട് അമ്മ കുഴഞ്ഞു വീണ് മരിച്ചു. എങ്കിൽ ഭർത്താവ് മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ചു. ഭാര്യ മരിച്ചത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു. ഇതൊക്കെ എനർജി ബ്ലോക്കാണ്. ഇവിടുത്തെ എനർജി ബ്ലോക്കാണ്. ഇതാണ് വൈകാരിക തലം. അപ്പോൾ ആ ബ്ലോക്ക് വരുമ്പോൾ എനർജിയുടെ സപ്ലൈ ഒക്കെ നിൽക്കും. അപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചു എന്ന് പറയും. ഹൃദയം പൊട്ടുകയല്ല, അവിടേക്ക് എനർജി സപ്ലൈ നിന്നു. ഹാർട്ട് നിശ്ചലമായി, കുറച്ച് കഴിയുമ്പോൾ ബ്രെയിൻ നിശ്ചലമായി മരിക്കും. ഇതൊക്കെ എനർജി തലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ.